ജസ്റ്റ് ആ കീ വണ്ടിയിലാണ് വെച്ചിട്ട് ആ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്താൽ വണ്ടി ഓണായി. നമ്മൾ ഗിയർ നോബ് മുമ്പിലൊരു ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രൈവിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പോകാനായി. പാർക്ക് ബ്രേക്ക് ഉണ്ട്, അത് എൻഗേജിങ് ആണ്. റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തതിന് ശേഷം വണ്ടി മുന്നോട്ട് എടുക്കാറ്. ഇത് ടാറ്റയുടെ നെക്സോൺ EVയുടെ ഡാർക്ക് എഡിഷൻ ആണ്. ഇത് എംപവേർഡ് പ്ലസ് എന്ന് പറയുന്ന ഇതിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ള എഡിഷനുകളാണ് കേട്ടോ. അത് ഡാർക്ക് എഡിഷനും ഉണ്ട്, റെഡ് ഡാർക്ക് എഡിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേരിയൻ്റ് കൂടി ഉണ്ട്. നോർമൽ ഡാർക്ക് എഡിഷനിൽ അതിൻ്റെ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് വിത്ത് അതിൻ്റെ സീറ്റും ബ്ലാക്കിലോട്ടാണ് വരുന്നത്. എന്നാൽ റെഡ് ഡാർക്ക് എഡിഷനിൽ ഇൻറ്റീരിയർ ഫുൾ ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിലും ആ സീറ്റിൻ്റെ കളർ വരുന്നത് റെഡിലായിരിക്കും. അതുപോലെ തന്നെ ഡാർക്ക് എഡിഷൻ ആവുന്ന സമയത്ത് പ്രൈസിലും കുറച്ച് ഹൈക്ക് ഉണ്ട്, ഒരു 20K ഡിഫറൻസ് വരുന്നുണ്ട്. EV ആയതുകൊണ്ട് തന്നെ ആ ബോർഡിൻ്റെ താഴെ ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ അതിന് പുറമെ അത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ്, അതുകൊണ്ട് അവിടെ ഫ്രണ്ട് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. ടോപ്പ് എൻഡ് വേരിയൻറ്റിൻ്റെ ഈ ഇൻറ്റീരിയർ നോക്ക്, അത് വേറെ ലെവൽ തന്നെയാണ്. ലെതർ ആയിട്ടുള്ള ഡാർക്ക് സീറ്റ്സ്, ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീല്, പിന്നെ എടുത്തു പറയേണ്ടതാണ് ആ 31.24 സെൻറ്റിമീറ്റർ വരുന്ന ഹാർമൻ്റെ സിനിമാറ്റിക് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ജസ്റ്റ് ആ കീ വണ്ടിയിലാണ് വെച്ചിട്ട് ആ ബ്രേക്ക് അപ്ലൈ ചെയ്തിട്ട് സ്റ്റാർട്ട് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്താൽ വണ്ടി ഓണായി. നമ്മൾ ഗിയർ നോബ് മുമ്പിലൊരു ബട്ടൺ ഉണ്ട്, അത് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് ഡ്രൈവിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ പോകാനായി. പാർക്ക് ബ്രേക്ക് ഉണ്ട്, എൻഗേജിങ് ആണ്. റിലീസ് ചെയ്യുക. റിലീസ് ചെയ്തതിന് ശേഷം നമ്മൾ എക്കോ മോഡിലാണ് പോകുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ലെവൽ 2 കാണാം വണ്ടിയിൽ. അത് ഈ പാഡ് ഷിഫ്റ്റേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലെവൽ 3 ലെവൽ 3ലാണ് വണ്ടി ഓടിക്കുന്നത്. അതേപോലെ ലെവൽ കുറച്ച് കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തുള്ള ഈ മൈനസ് പാഡ് ഷിഫ്റ്റേഴ്സ് MG വിൻസറിനെ കമ്പയർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി മനസ്സിലാവുന്നത്. ഇവിടെ കസ്റ്റമൈസ് ചെയ്തിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും ഈ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഉണ്ടായതുകൊണ്ട്. ലെവൽ 1 ലെവൽ 2 3 നമുക്ക് പെട്ടെന്ന് മാറാൻ പറ്റും. സ്പോർട്സ് മോഡ്, എക്കോ മോഡൊക്കെ പെട്ടെന്ന് മാറാൻ പറ്റും. MGയിലും പറ്റും കേട്ടോ. അവിടെ ഒരു സ്റ്റാർ എന്ന് പറഞ്ഞിട്ടൊരു ഫംഗ്ഷൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് സ്റ്റിയറിംഗിൽ, അതിലോട്ട് നമുക്ക് ആ മോഡുകൾ കൊണ്ടുവരാനുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. പക്ഷേ ലെവൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് വലിയൊരു അപാകതമായിട്ട് ആ വണ്ടിക്ക് എനിക്ക് തോന്നിയതാണ് കേട്ടോ. അതായത് ഈ ടാറ്റയുടെ വണ്ടികൾ ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ ലെവൽ അഡ്ജസ്റ്റിങ് അത് വേറെ ഒരു ലെവലാണ്. നമ്മൾ ടൗണിലെത്തി കഴിഞ്ഞാൽ റീജിയൻ ലെവൽ സെറ്റ് ചെയ്തിട്ട് നമുക്ക് ബ്രേക്ക് ചെയ്ത് പിടിക്കാൻ പറ്റും വണ്ടീനെ. നമുക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. നെക്സോൺ EVയിൽ ഉപയോഗിച്ചിട്ടുള്ള ബാറ്ററി LFP ബാറ്ററി ടെക്നോളജി തന്നെയാണ്. അതിൽ 2 ബാറ്ററി വേരിയൻസ് ആണ് വരുന്നത്. ഒരു 30 kW മിഡ് റേഞ്ച് വേരിയൻറ്റും പിന്നെ 45 kW ലോങ് റേഞ്ചും. 3.3 kW വരുന്ന ഹോം ചാർജർ കൊണ്ട് ഇതിന് 30 kW വരുന്ന ബാറ്ററി പാക്ക് ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ 10.5 മണിക്കൂർ സമയമെടുക്കുമ്പോൾ 45 kW നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ 17.5 മണിക്കൂറാണ് സമയമെടുക്കുന്നത്. ഇതേ സമയം നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള AC 7.2 kW ഉള്ള ചാർജർ കൊണ്ട് ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 30 kW വരുന്ന ബാറ്ററി 6.5 മണിക്കൂർ കൊണ്ടും 45 kW വരുന്ന ബാറ്ററി പാക്ക് 4 മണിക്കൂറും 18 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി പബ്ലിക് ഇലക്ട്രിക് ചാർജിങ് സ്റ്റേഷനിൽ വന്നിട്ട് 60 kW DC ഫാസ്റ്റ് ചാർജർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 30 kW വരുന്ന ബാറ്ററി വെറും 40 മിനിറ്റ് കൊണ്ടും 45 kW വരുന്ന ബാറ്ററി 56 മിനിറ്റ് കൊണ്ടും നിങ്ങൾക്ക് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും. കിടിലൻ സൗണ്ട് സിസ്റ്റമാണ് വണ്ടി കൊടുത്തിട്ടുള്ളത്. അതായത് JBLൻ്റെ സിനിമാറ്റിക് സൗണ്ട് സിസ്റ്റം വിത്ത് 4 സ്പീക്കേഴ്സ് പ്ലസ് 4 ട്വീറ്റേഴ്സ് പ്ലസ് 1 സബ് വൂഫർ. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രൈവർ ഡ്രോണിനെസ് ഡിറ്റക്ഷൻ, അതായത് ഡ്രൈവർ ഉറങ്ങിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ അത് വണ്ടി നമുക്ക് അലാം ചെയ്ത് തരും. പിന്നെ അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം, അതായത് അഡാസ് ലെവൽ കേട്ടോ, അതൊക്കെ ഈ വണ്ടിയിലുണ്ട്. ഒരു കുടുങ്ങിയ സാഹചര്യത്തിലൊക്കെ മറ്റൊരു ഇലക്ട്രിക് വണ്ടി ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് ഇലക്ട്രിക് ചാർജ് കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ടെക്നോളജി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ ഒരു ഫീച്ചർ ഇതിലുണ്ട്, വെഹിക്കിൾ ടു വെഹിക്കിൾ ചാർജിങ്. അതുപോലുള്ള മറ്റൊരു ടെക്നോളജിയാണ് V2L, വെഹിക്കിൾ ടു ലോഡ് ടെക്നോളജി. അതായത് നിങ്ങളൊരു പിക്നിക്കിനൊക്കെ പോയിട്ട് അവിടെ ഒരു ടെൻ്റൊക്കെ അടിച്ച് അവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ കത്തിക്കണമെന്നുണ്ടെങ്കിൽ അത് ഈ വണ്ടി കൊണ്ട് പറ്റും. അതിനെല്ലാം പുറമെ ആ വോയിസ് അസിസ്റ്റഡ് ആയിട്ടുള്ള പാനോറമിക് ഓപ്പണബിൾ സൺറൂഫും. അഡ്വാൻസ്ഡ് ഡ്രൈവിംഗ് അസിസ്റ്റൻസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചില സമയങ്ങളിൽ ഈ അഡാസ് ഫീച്ചേഴ്സ് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്നുള്ള ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഇവിടെ ഈ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് വേണ്ട കാര്യങ്ങൾ ഓണാക്കിയിടാം, വേണ്ടാത്ത കാര്യങ്ങൾ നമുക്ക് അതിൽ ഓഫ് ചെയ്ത് വെക്കാനുള്ള സിസ്റ്റവും കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇൻഡിക്കേറ്റർ ഓണാക്കുന്ന സമയത്ത് നമ്മളെ ബ്ലൈൻഡ് സ്പോട്ട് ഈ സ്ക്രീനിൽ നമുക്ക് വലുതാക്കി വേണമെങ്കിൽ കാണിക്കാൻ പറ്റും. അതല്ലാതെ നമ്മൾ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ഉള്ളിലോട്ട് അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ആ ഒരു മിറർ ഇമേജ് കാണണമെന്നുണ്ടെങ്കിൽ അതും അങ്ങോട്ട് കൊണ്ടുവരാനുള്ള സിസ്റ്റം ഉണ്ടാവും. ഇതിലെങ്കിലും ഒന്നിനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റ് എ ടൈമിൽ.
ഡ്രൈവറിന് വളരെ യൂസ്ഫുള്ളാണ്. ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ പോലും നമ്മുടെ ഗൂഗിൾ മാപ്പും കാര്യങ്ങളും ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന സമയത്ത് എന്തൊരു സുഖം നോക്കി. ഈ സമ്പ്രദായം അതെനിക്ക് വലിയ താല്പര്യമില്ലാത്ത കേട്ടോ. ഇവിടെയൊക്കെ ടച്ചായി കൊടുത്തത് നമ്മളെ കയ്യും കാലൊക്കെ തട്ടിയിട്ട് തന്നെ ഈ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഓണായി കൊണ്ടാക്കാറ്. അതിന് പുറമെ ചെറിയ മക്കളൊക്കെ വന്നിട്ട് ഇവിടെ കയറിയിട്ട് കാലോട് ചവിട്ടില്ലേ, അങ്ങനെ അത് ഫുള്ള് സ്ക്രാച്ചും കാര്യങ്ങളും വന്നിട്ട് ആ ഒരു വൃത്തികേടാവുന്നുണ്ട്. ഈ ഫീച്ചർ ശരിക്കും പറഞ്ഞാൽ രാത്രി കാണിച്ചു കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ആ ബിൽഡിങ്ങിലൊക്കെ വരുന്ന ആംബിയൻ ലൈറ്റിങ്സ് പലതരം കളേഴ്സിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ കളേഴ്സിലൊക്കെ ആംബിയൻ ലൈറ്റിങ്സ് ഉണ്ട് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. 360 ഡിഗ്രി ക്യാമറ ഇത് അത്യാവശ്യമായിട്ടുള്ളൊരു ഫീച്ചർ തന്നെയാണ് കേട്ടോ. ഇത് എൻ്റെ വണ്ടിയിൽ പോലും ഒന്ന് സെറ്റ് ചെയ്താലോ എന്നുള്ളത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഈ വണ്ടിയുടെ മോട്ടോർ പവർ വരുന്നത് 30 കിലോ വാട്ടിൽ 95 കിലോ വാട്ടാണെങ്കിൽ 45 കിലോ വാട്ടിൽ 106 കിലോ വാട്ടാണ് വരുന്നത്. രണ്ട് വേരിയൻറ്റിലും ടോർക്ക് വരുന്നത് 215 Nm ആണ്. ഇതിന് 45 കിലോ വാട്ടിൻ്റെ വേരിയൻറ്റിൽ ഹൈപ്പായിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ 490 കിലോമീറ്റർ ഒക്കെ റേഞ്ച് കാണിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ അതൊന്നും പ്രതീക്ഷിക്കണ്ട. റിയൽ വേൾഡ് റേഞ്ച് നമുക്കൊരു 350 മുതൽ ഒരു 370 കിലോമീറ്റർ ഒക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചാൽ മതി മാക്സിമം. എന്നാൽ ഇതിന് 30 കിലോ വാട്ടിൻ്റെ വേരിയൻറ്റിലും അതുപോലെ തന്നെ ഹൈപ്പായിട്ട് 290 കാണിക്കുന്നുണ്ടാവും. അതൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. ഒരു 200 മുതൽ 230 വരെയൊക്കെ മാക്സിമം കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഈ വണ്ടി എടുത്താൽ മതി. മറ്റൊന്ന് നമ്മൾ പറയാൻ വിട്ടുപോയൊരു ഫീച്ചർ ഉണ്ട്. അതായത് ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ 2 സീറ്റും വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെടാതെ വന്നത് ഈ വണ്ടിയുടെ റേറ്റ് ആണ്. അതായത് ഈ ഒരു ഡാർക്ക് എഡിഷന് ഏകദേശം 20 ലക്ഷം രൂപയോളൊക്കെ ചിലവാക്കിയിട്ടുണ്ട് കേട്ടോ. ടാറ്റ പഞ്ച് എടുക്കാൻ നിൽക്കുന്നവർ ഈ വണ്ടിയിലോട്ട് മാറണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയേണ്ടത് ഇതിൻ്റെ വീല് തന്നെയാണ്. ആ ഒരു 16 ഇഞ്ചിൻ്റെ വീൽ സൈസ് ആയതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, നല്ലൊരു വ്യത്യാസമുണ്ട് ആ വീലിൽ നിന്ന് കിട്ടുന്ന ആ ഫീഡ്ബാക്ക്. സസ്പെൻഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എടുത്തു പറയേണ്ടതാണ്. ടാറ്റയുടെ എല്ലാ വണ്ടികളും ഇപ്പോൾ അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത് കേൾക്കുന്നത്. നമ്മുടെ ടാറ്റ പഞ്ചിൻ്റെ അതേ സസ്പെൻഷൻ അതേ ഒരു ഫീഡ്ബാക്കാണ് ഇതിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കിട്ടുന്നത്. എന്നാൽ ഇതിൻ്റെ റിയർ സൈഡിലുള്ള ആ ഒരു പാസഞ്ചേഴ്സിൻ്റെ യാത്ര ടാറ്റ പഞ്ചിനേക്കാളും കുറച്ചുകൂടി കംഫർട്ടാണ്. കുറച്ചുകൂടി സ്ലൈഡിങ് ആയിട്ടുള്ള സീറ്റ്സാണ് ബാക്കിൽ വരുന്നത്. അതിന് പുറമെ ഇതിൻ്റെ ബാക്കിൽ റിയർ AC വെൻസും കിട്ടുന്നുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് വിൻസർ റിവ്യൂവിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. കുറച്ചുകൂടി പക്വത വന്നിട്ടുള്ള വണ്ടിയായിട്ട് തോന്നി. കാരണം ഇതിന് പുതിയ എഡീഷനുകൾ ഇലക്ട്രിക് വണ്ടികളിൽ വരുന്ന സമയത്ത് അവർ ഐസ് എഞ്ചിൻ വെഹിക്കിൾസിനോട്ട് ട്യൂൺ ചെയ്തിട്ട് കുറച്ചുകൂടി കൺട്രോൾഡ് ആയിട്ടുള്ള പവേഴ്സാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പഞ്ച് അങ്ങനെയല്ല, തലപ്പത്ത് നമ്മൾ ആക്സിലറേഷൻ തൊടുമ്പോൾ തന്നെ അത് കുതിച്ച് പാറുകയാണ്. അതായത് ആ ഫ്രണ്ട് വീല് ആ റോഡിൽ കടന്നിട്ട് തന്നെ നല്ല കറക്കം കറങ്ങിയിട്ടാണ് വണ്ടി പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നമ്മുടെ ഫ്രണ്ട് വീലൊക്കെ പെട്ടെന്ന് വെട്ടി തേഞ്ഞ് പോകുന്നുണ്ട് നമ്മുടെ വണ്ടിയിൽ. അതൊന്നും ഈ വണ്ടിക്ക് ഉണ്ടാവില്ല എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പുതിയ ടാറ്റ പഞ്ച് നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടില്ല. അത് ഓടിച്ചു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു അവർ മിക്കവാറും അത് കൺട്രോൾ ചെയ്തിട്ട് ഒന്നുകൂടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ടാവും. ആ വണ്ടി കയ്യിലുള്ളവർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നുണ്ടാവുമല്ലോ. ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് രൂപത്തിലൊക്കെ ഒന്ന് അറിയിക്കുക. എന്നാൽ ഈ വണ്ടിയോ അല്ലെങ്കിൽ ആ വണ്ടിയൊക്കെ എടുക്കാൻ പ്ലാൻ ഇട്ട് നിൽക്കുന്നവർക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. കമൻറ്റൊക്കെ അടിച്ച് നമ്മളും സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയുമായി നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുന്നത് വരെ ഐ ആം ഗോയിങ് ടു സൈനിങ് ഓഫ്. ദിസ് ഈസ് യുവർ ഫ്രണ്ട് ഫാസി മുഹമ്മദ്.